കേരള രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കി കോൺഗ്രസ് പാളയത്തിൽ വലിയ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് NSS നേതൃത്വം ഇടതുപക്ഷ സർക്കാരിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ച ആത്മാർത്ഥതയും ഹിന്ദു വിശ്വാസങ്ങളോടുള്ള സർക്കാരിന്റെ പുതിയ സമീപനത്തെയും വാനോളം പുകഴ്ത്തിക്കൊണ്ട് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നടത്തിയ പ്രസ്താവന കോൺഗ്രസിന്റെ നെഞ്ചിൽ തീ കോരിയിട്ടിരിക്കുകയാണ്. മതേതരത്വത്തിന്റെ പേരിൽ ഹിന്ദുക്കളെ അപമാനിക്കുന്ന കപട രാഷ്ട്രീയം ഇനി വേണ്ട എന്ന് തുറന്നടിച്ച് സുകുമാരൻ നായർ കോൺഗ്രസിന്റെയും BJPയുടെയും ഇരട്ടത്താപ്പ് നയം തങ്ങൾക്ക് മടുത്തുവെന്ന് വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി UDFന്റെ ഉറച്ച കോട്ടയായിരുന്ന NSS ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനോട് അടുക്കുന്നത് കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആഘാതമാണ്. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനെതിരെ വിശ്വാസികളെ അണിനിരത്തി സമരം നയിച്ച NSS തന്നെ ഇപ്പോൾ സർക്കാരിന്റെ വിശ്വാസ സംരക്ഷണ നിലപാടുകളെ പുകഴ്ത്തുന്നത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ചാണക്യന്റെ നയതന്ത്ര വിജയമാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. ഒരു സ്വകാര്യ ചാനൽ അഭിമുഖത്തിലാണ് സുകുമാരൻ നായർ കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കിയത്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടില്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓടിയെത്തും, പിന്നെ തിരിഞ്ഞു നോക്കില്ല. BJP ആകട്ടെ വിശ്വാസം വിറ്റ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പിണറായി സർക്കാർ മതേതരത്വം എന്താണെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു. അവർ ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കുന്നില്ല, മറിച്ച് സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. സുകുമാരൻ നായരുടെ ഈ വാക്കുകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. സമദൂരം എന്ന സ്ഥിരം പല്ലവി ഉപേക്ഷിച്ച് അടുപ്പത്തിലേക്ക് NSS മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഈ രാഷ്ട്രീയ മലക്കമറിച്ചിലിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ന്യൂനപക്ഷ പ്രീണനം ആരോപിച്ച് കോൺഗ്രസുമായി അകൽച്ചയിലായിരുന്ന NSS അതേസമയം സമുദായത്തിന്റെ ആവശ്യങ്ങൾ കേൾക്കാനും പരിഗണിക്കാനും പിണറായി സർക്കാർ കാണിച്ച താല്പര്യം ഇരുപക്ഷത്തിനും തമ്മിലുള്ള മഞ്ഞുരുക്കത്തിന് കാരണമായി. ആശുപത്രിയിലായിരുന്ന സുകുമാരൻ നായരെ പിണറായി വിജയൻ നേരിൽ സന്ദർശിച്ചത് കേവലം ഒരു സൗഹൃദ സന്ദർശനമായിരുന്നില്ല, മറിച്ച് പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിന്റെ തുടക്കമായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി ഈ സംഭവം മാറുകയാണ്. NSSന്റെ പിന്തുണയോടെ ഹിന്ദു വോട്ടുകളിൽ ഒരു വലിയ വിഭാഗത്തെ തങ്ങളുടെ പെട്ടിയിലാക്കാൻ LDFന് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ UDFന് പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞേക്കില്ല. അടുത്ത പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിന്നെ മുന്നണിയിലെ പ്രമുഖ പാർട്ടിയായ ലീഗ് പോലും മുന്നണി വിടും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ വന്നാൽ കോൺഗ്രസിന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയിലേക്ക് നീങ്ങും എന്നുള്ളത് ഉറപ്പാണ്. വിശ്വാസവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള സർക്കാരിന്റെ പുതിയ പ്രതിച്ഛായ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ ആകെ തകിടം മറിച്ചിരിക്കുകയാണ്. ഈ വെല്ലുവിളിയെ എങ്ങനെ നേരിടുമെന്നറിയാതെ അങ്കലാപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം.